യെസ് അന്ന, മലബാറിലോട്ട് കല്യാണത്തിൻ്റെ തലേന്ന് സാധാരണഗതിയിൽ ഇപ്പം ഹൽദി ഉണ്ടാകാറുണ്ട്, സംഗീത നിശ ഉണ്ടാവാറുണ്ട്, റോസ് നിശ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള കല്യാണ ആഘോഷങ്ങൾ നമ്മൾ കാണുന്നതാണ്. പക്ഷേ മലബാറിലോട്ട് ഈ കല്യാണ ചെക്കനെയും കല്യാണ പെണ്ണിനെയും സ്വീപ്പാക്കുക എന്ന് പറയും. അതായത് അവരുടെ കല്യാണത്തിന് മുൻപേ അവരെ കളിയാക്കുന്നതോ അവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള പണി കൊടുക്കുന്നതായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഈ കല്യാണ വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? എന്താണ് ഈ വട്ടപ്പാട്ട് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ഒപ്പനയാണ്. അതായത് പെൺകുട്ടികളെ മണവാട്ടികളെ മൊഞ്ചത്തിമാരായി നമ്മൾ കാണുമ്പോൾ മൊഞ്ചന്റെ ഫ്രണ്ട്സും അതെ മൊഞ്ചനും ഫ്രണ്ട്സും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പെർഫോമൻസ് നോർത്ത് പർവർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസിലേക്ക്. കല്യാണം കൂട്ടിടാനായി മുർസലിങ്ങൾ എത്തിരാ, ചിത്തിരത്തിൻ മുത്തിനൊത്ത സത്യകഥകളും ഒത്തിതാ, ആശകൾ പൂത്ത് തളിർത്ത് മുഹബത്താലേ, അപ്പവും മുട്ടട പാലട നെയ്യട ഹോട്ടട നീട്ടട അരിയട പുരിയട, അടകളും വടകളും പറഞ്ഞ തീരാ, ചേലതേറിയ താനമായി ചിന്തിട മുന്തിട ചെല്ലമായി, മംഗലസഭയിലെ വെറ്റിലയായി മണപൂറും ചുവപ്പിക്കും വെറ്റിലയായി, ഹലോ അന്ന, മണവാളിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കല്യാണം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു, എ ഗ്രേഡ്. റിസൾട്ട് വന്നിട്ടുണ്ട്, എ ഗ്രേഡ് ആണ്. നമ്മൾ ചോദിക്കുന്നവരെല്ലാം ഒന്ന് ആഹ്ലാദിച്ചേ. റിസൾട്ട് വന്നിട്ട് ആഹ്ലാദം ഒന്നും കാണുന്നില്ലല്ലോ മുഖത്ത്. എ ഗ്രേഡ് കിട്ടിയതിന്റെ ആഹ്ലാദം അവിടെ വെച്ച് ഭയങ്കര ഇതായിരുന്നു. ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണവും. ഇത്ര ദിവസത്തെ അധ്വാനം പരിശ്രമം ഒക്കെ അല്ലേ? ദിവസത്തെ അല്ല. All the best.